നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം ഉൾപ്പെടെ 10ഓളം കരിനിയമങ്ങൾ ഉടൻ പിൻവലിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ഇടതു ദുർഭരണത്തിനെതിരെ ജനം വിധിയെഴുതും. 20 സീറ്റിലും UDF വിജയിക്കും. പാനൂരിലെ ബോംബ് നിർമ്മാണം NIA അന്വേഷിക്കണമെന്നും ബോംബ് നിർമ്മിക്കുന്നത് UDF നേതാക്കളെ ലക്ഷ്യമിട്ടെന്നും രമേശ് ചെന്നിത്തല. ദാവിത്തിന്റെ ഭയപ്പെടുത്തലായി നീരൊഴുക്ക് നിലച്ച നിള. പുഴയിലെ പല കുടിവെള്ള പദ്ധതികളുടെയും പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക്. ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസ് പരിസരം വറ്റിവരണ്ടു. പുഴയിലെ കിണറുകളിലേക്ക് ചാൽ കീറി വെള്ളം എത്തിച്ചില്ലെങ്കിൽ വളത്തൂർ നഗറിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം മുടങ്ങും. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ പറളിയിലെ തടയണ ചണ്ടി നിറഞ്ഞ് മലിനം. ജലസമൃദ്ധമായ തടയണ വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. മലമ്പുഴയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിനരികിൽ വീണ് പരിക്കേറ്റ കാട്ടാനയുടെ നില ഗുരുതരം. പിടിയാനയുടെ ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ചീഫ് വെറ്റിനറി സർജൻ. മലമ്പുഴ ആരക്കോട് ഭാഗത്തെ വനത്തിന് സമീപം കുഴഞ്ഞു വീണ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണെന്ന് വനംവകുപ്പ് അധികൃതർ. വടക്കാഞ്ചേരി പാർലിക്കാട് മേഖലയിൽ വഴിയോര കച്ചവടശാലകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളം മുതൽ ഉപ്പുമാങ്ങ വരെ മോഷ്ടിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി കവർന്നത് 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ. രണ്ടാം വിള നെല്ലെടുപ്പിൽ SBI മുഖേനയും വില വിതരണത്തിന് ധാരണയായതിൽ കർഷകർക്ക് ആശ്വാസം. തിങ്കളാഴ്ച മുതൽ നെല്ലിന്റെ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുമ്പ് കുറച്ച് കർഷകർക്കെങ്കിലും തുക നൽകാനും പരിശ്രമം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവാദമായ PTA തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഉത്തരവായി. തെറ്റായ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ നടപടിയായതെന്ന് രക്ഷിതാക്കൾ. കോടതി നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കിയത് ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം മേഖല ഉപമേധാവി. ഉത്തരവ് ഒരു വിഭാഗം അധ്യാപകരുടെ കക്ഷിരാഷ്ട്രീയ ഇടപെടലിനേറ്റ തിരിച്ചടിയെന്നും രക്ഷിതാക്കൾ. വേനലിന് സ്വർണ്ണവിസ്മിതം ചാർത്തി വല്ലപ്പുഴ കുറുവട്ടൂർ ഗ്രാമം. ഗ്രാമീണതയിലെ കൃഷിയിടങ്ങളിൽ കണിവെള്ളരിയുടെ സമൃദ്ധി. കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്നത് നാടിനൊരു പൊൻകണി. വിഷുവേളയിൽ സജീവമായി പടക്ക വിപണി. വിലയിൽ വലിയ വർധനയില്ലെങ്കിലും ഇത്തവണ വൈവിധ്യങ്ങളേറെ. വാർത്തകൾ വിശദമായി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം ഉൾപ്പെടെ 10ഓളം കരിനിയമങ്ങൾ ഉടൻ പിൻവലിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇടതു ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താണ്. 20 സീറ്റിലും UDF വിജയിക്കും. പാനൂരിലെ ബോംബ് നിർമ്മാണം NIA അന്വേഷിക്കണമെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡേഴ്സിൽ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷം NDA ജനങ്ങൾക്ക് നൽകിയ ഒരു ഗ്യാരണ്ടിയും നടപ്പാക്കിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം ഉൾപ്പെടെ 10ഓളം കരിനിയമങ്ങൾ ഉടൻ പിൻവലിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി ബില്ല്, ആ നിയമം പിൻവലിക്കും. രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റ് പാതയാണ് മോദിയുടെ മുഖമുദ്ര. കർഷക രക്ഷ പറഞ്ഞ NDAയ്ക്ക് എതിരായി കർഷകർ ഇന്നും സമരരംഗത്താണ്. വർഷം 2 കോടി തൊഴിലവസരമെന്ന വാഗ്ദാനവും നടപ്പായില്ല. കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം നൽകുമെന്ന വാഗ്ദാനം നടപ്പായില്ലെന്ന് മാത്രമല്ല, കള്ളപ്പണക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത്. 10 വർഷത്തിനിടയിൽ അതുണ്ടായി. കർഷകരുടെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. കർഷകർ ഇപ്പോഴും സമരത്തിന്റെ പാതയിലാണ്. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം വിട്ടുതരുമെന്ന് പറഞ്ഞിട്ട് 10 വർഷമാണ്. ഒന്നും സംഭവിച്ചില്ല. 100 സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിച്ച് ഇന്ത്യയെ ഒരു IT ഹബ്ബായി മാറ്റും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒന്നും ഉണ്ടായില്ല. എയിംസ് മാതൃകയിലുള്ള ആശുപത്രികൾ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയ്ക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി നൽകുമെന്ന് പറഞ്ഞു. വളരെ കുറച്ച് സംസ്ഥാനത്ത് മാത്രമേ അത് ആരംഭിക്കാൻ കഴിയൂ. സാധാരണ ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനൊപ്പം പ്രാദേശികമായ ചേരിതിരിവുണ്ടാക്കി വർഗീയത ആളിക്കത്തിക്കുന്ന നിലപാടാണ് മോദി സ്വീകരിച്ചത്. രാജ്യത്തെ ശിഥിലമാക്കുന്നതിനെതിരെയുള്ള വിധിയെഴുത്താണ് 2024 സംഭവിക്കുക. മോദിയെയും അമിത്ഷായെയും പ്രീതിപ്പെടുത്തുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ഇതുകൊണ്ടാണ് മോദിയെയും അമിത്ഷായെയും വിമർശിക്കാത്ത പിണറായി കിട്ടുന്ന അവസരങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുഖമായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് CPM കേരളത്തിന് പുറത്ത് വോട്ട് പിടിക്കുന്നത്. NDAയ്ക്കെതിരായി 65% വോട്ടുണ്ട്. ഇത് ഒന്നിപ്പിക്കാനുള്ള ശ്രമം വിജയിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തി വിജയം കാണുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാനൂരിലെ ബോംബ് നിർമ്മാണം
NIA അന്വേഷിക്കണമെന്നും മീറ്റ് ദ ലീഡേഴ്സിൽ ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഈ അന്വേഷണം തൃപ്തികരമല്ല. സാധാരണഗതിയിൽ ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കേസുകൾ എടുക്കുന്നത് NIA ആണ്. NIA ആണ് പരിശോധിക്കുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളും. അതിനുവേണ്ടിയിട്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ രൂപീകരിച്ചിട്ടുള്ളത് തന്നെ. അപ്പം ഇത്ര പ്രമാദമായ തീവ്രവാദ സ്വഭാവമുള്ള ഈ ബോംബ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവും അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല. സംസ്ഥാനത്ത് CPMന്റെ അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനും എതിരെയുള്ള വിധിയെഴുത്തുണ്ടാകും. ഇടതു സർക്കാർ തികഞ്ഞ പരാജയമാണ്. ഇടത് ദുർഭരണത്തിനെതിരെ ജനം ഒറ്റക്കെട്ടായി വിധിയെഴുതുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റുകളിലും UDF വിജയിക്കും. മുൻ MP VS വിജയരാഘവൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF കൺവീനർ P ബാലഗോപാൽ എന്നിവരും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നു. മീറ്റ് ദ ലീഡേഴ്സിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നീരൊഴുക്കു നിലച്ച നിള ദാഹത്തിന്റെ ഭയമുണർത്തുന്നു. വളത്തൂർ നഗർ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം കടുത്ത പ്രതിസന്ധിയിലാണ്. പുഴയിലെ മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസ് പരിസരം വറ്റി വരണ്ടു കഴിഞ്ഞു. മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസ് പരിസരം വറ്റിയതോടെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വെള്ളത്തിനായി വരും ദിവസങ്ങളിൽ നെട്ടോട്ടമോടേണ്ട അവസ്ഥയുണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ പൈങ്കുളം പമ്പ് ഹൌസിന്റെ സ്ഥിതിയായിരിക്കും മേച്ചേരിക്കുന്നിലുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് മേച്ചേരിക്കുന്ന് ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ നിന്നാണ് വെള്ളമെത്തിക്കുന്നത്. പുഴയിൽ ചാലുകീറി പമ്പ് ഹൌസ് പ്രദേശത്തേക്ക് വെള്ളമെത്തിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയാണ് രൂപപ്പെടുക. ഉയർന്ന ശേഷിയുള്ള വലിയ പമ്പുകളാണ് ഇവിടെയുള്ളത്. ഇതിനനുസരിച്ചുള്ള വെള്ളം കിണറുകളിൽ ആവശ്യമാണ്. ആവശ്യത്തിന് ജലം ലഭ്യമല്ലാത്തതുകൊണ്ട് ചെറിയ മോട്ടോർ ഉപയോഗിച്ചാണ് പലപ്പോഴും കലാമണ്ഡലത്തിന് പിന്നിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്കകം ഇതും സാധ്യമാകാതെ വരും. ഇതോടെ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും. തടയണ പ്രദേശത്തും കൊച്ചിൻ പാലത്തിന് സമീപവും ഒരു വശത്തായി കുറച്ച് വെള്ളം കെട്ടിനിൽക്കുന്നുണ്ടെങ്കിലും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ ഒരു താൽക്കാലിക റോഡ് നിർമ്മിച്ചത് പ്രതിസന്ധിയാണ്. പുഴയുടെ ചെരിവ് പടിഞ്ഞാറ് ഭാഗത്തേക്കായതിനാൽ പമ്പ് ഹൗസിലേക്ക് വെള്ളമെത്തുന്നതിനെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ചാലുകീറി കൂടുതൽ ജലം പമ്പ് ഹൗസ് പ്രദേശത്തേക്ക് എത്തിക്കുക മാത്രമാണ് പരിഹാരം. മലമ്പുഴ ഡാം തുറന്ന് പുഴയിൽ വെള്ളമെത്തിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജലക്ഷാമം മൂലം ഇതു സംബന്ധിച്ചും നടപടിയുണ്ടായിട്ടില്ല. പുഴയുമായി ബന്ധപ്പെട്ട വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം വലിയ ആശങ്കയിലേക്ക് നീങ്ങുകയാണിപ്പോൾ. വരാനുള്ള എന്താണെന്ന് അവർ പുതിയ റോഡ് പണിതതും അവിടെ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങിയതും കാരണം കൊണ്ട് വെള്ളം അവിടെ കെട്ടി നിൽക്കുക കൊണ്ടാണ് ഇങ്ങോട്ട് വെള്ളം കിടക്കാത്തത്. അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടപ്പെട്ടവരത് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭാഗം മുഴുവനും വെള്ളമില്ലാതെ വളരെ വിഷമത്തിലിടകും. അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ മേച്ചേരിക്കുന്ന് എവിടെയും വെള്ളമില്ലാതെ കുടിവെള്ളം ആയിട്ട് വരുന്ന സാധനമാണ് വെള്ളം. അത് തീരെയില്ല. ഇതേപോലെ തന്നെ പായംകുളം പമ്പ് ഹൗസിൽ ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അധികൃതർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ജനങ്ങളെ വെള്ളം കുടിക്കാതെ ജീവിക്കണം എന്നുള്ള ചിന്തഗതിയാണ്. ഭാരതപ്പുഴ പറ്റി കഴിഞ്ഞു. ഈ ലോകത്തുള്ള ഏകദേശം സിറ്റുവേഷനിലുള്ള കുടുംബങ്ങളിലൊക്കെ വെള്ളം എത്താതെ ഇരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രമായ പറളി പുഴപ്പാലത്തിന് സമീപത്തെ തടയണ വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. തടയണ ജലസമൃദ്ധമാണെങ്കിലും കാടുമൂടിയതിനാൽ ഉപയോഗശൂന്യമായ നിലയിലാണ്. വേനൽക്കാലത്ത് ജലക്ഷാമത്തിന് പരിഹാരമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുഴയിലെ തടയണയിൽ നിറയെ വെള്ളമുണ്ടായിട്ടും കാടുമൂടിയതിനാൽ ഉപയോഗശൂന്യമായ നിലയിലാണ്. ഭാരതപ്പുഴയുടെ ഉദ്ഭവ കേന്ദ്രമായ പറളി പുഴപ്പാലത്തിന് താഴെയുള്ള തടയണയിലാണ് കാടും കുളച്ചണ്ടിയും നിറഞ്ഞ് പുഴവെള്ളം പുറത്തു കാണാത്ത രീതിയിൽ മൂടിക്കിടക്കുന്നത്. നിത്യേന പറളിയിലെയും പരിസരങ്ങളിലെയും നൂറുകണക്കിന് ആളുകൾ അലക്കാനും കുളിക്കാനും ആശ്രയിക്കുന്നത് ഈ തടയണയെയാണ്. ചണ്ടി നിറഞ്ഞതിനാൽ തടയണയിലെ ജലം വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. ചണ്ടിയും കാടും നീക്കി തടയണ ശുചീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്.
വേനൽ കനത്തതോടെ പുഴയിലെ പല ഭാഗങ്ങളും വറ്റിവരേണ്ട നിലയിലാണിപ്പോൾ. ഇത്രയേറെ വെള്ളം സംഭരിച്ചിട്ടും കാടും കുളച്ചണ്ടിയും നീക്കി ജലം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയുടെ നില അതീവ ഗുരുതരം. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണെന്ന് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് അബ്രഹാം പറഞ്ഞു. റെയിൽ മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ വരുന്നത് കണ്ട് ഓടി മാറുന്നതിനിടെ തെന്നി വീണാണ് പിടിയാനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ട്രെയിൻ തട്ടിയാണ് ആനയ്ക്ക് പിൻകാലുകൾക്ക് പരിക്കേറ്റതെന്ന് ആദ്യം പ്രചരിച്ചെങ്കിലും വൈദ്യപരിശോധനയിൽ ട്രെയിൻ തട്ടിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ട്രെയിൻ വരുന്ന സമയം ആന ഓടിമാറുന്നതിനിടെ വീണ് പരിക്കേറ്റതാകാമെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. പരിക്കേറ്റ കാലുകളുമായി മുടന്തി നീങ്ങിയ കാട്ടാന പുലർച്ചെ മറ്റാനകളോടൊപ്പം ചേർന്നെങ്കിലും പിന്നീട് മലമ്പുഴ ആരക്കോട് ഭാഗത്തെ വനത്തിന് സമീപം തളർന്നു വീഴുകയായിരുന്നു. ചുറ്റും ആനക്കൂട്ടമുണ്ടായിരുന്നതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ ആനയുടെ അടുത്തെത്തി ചികിത്സ നൽകാനായില്ല. വൈകിട്ട് മറ്റാനകൾ ഉൾവനത്തിലേക്ക് പോയതോടെയാണ് ചികിത്സ തുടങ്ങിയത്. വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. ആനയുടെ ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞു. ക്ഷീണം മാറാനുള്ള മരുന്നുകളും വേദനാ സംഹാരിയുമാണ് ആദ്യം നൽകിയത്. ആരോഗ്യനില മോശമായതോടെ കുത്തിവയ്പ് ആരംഭിച്ചിട്ടുണ്ട്. കാലിലെ മുറിവിൽ മരുന്ന് വെച്ച് ചികിത്സ നടക്കുന്ന സ്ഥലത്ത് വെള്ളം ലഭ്യമാക്കാൻ താൽക്കാലിക ജലസംഭരണി ഒരുക്കി. DFO ജോസഫ് തോമസ്, റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്ന എന്നിവരും സ്ഥലത്തുണ്ട്. കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ആനക്കൂട്ടത്തോടൊപ്പം റെയിൽ കടക്കുന്നതിനിടെ ട്രെയിൻ വരുന്നത് കണ്ട് ഓടിമാറിയ ആനയ്ക്ക് വീണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധ്യാപക രാഷ്ട്രീയത്തിന് തിരിച്ചടി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവാദമായ PTA തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഉത്തരവ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഉത്തരവായിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം മേഖലാ ഉപമേധാവിയാണ് ഉത്തരവിറക്കിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ നടന്ന PTA തെരഞ്ഞെടുപ്പ് സർക്കാർ നിഷ്കർഷിച്ച പ്രകാരമല്ല നടന്നതെന്നും അതുകൊണ്ട് തന്നെ നിയമാനുസൃതമല്ലാതെ നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത് സർക്കാർ നിഷ്കർഷിച്ച പ്രകാരം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അകാരണമായി വൈകിപ്പിച്ചുവെന്നും SMC അംഗങ്ങളെ തെരഞ്ഞെടുത്തില്ലെന്നും സ്ത്രീ പ്രാതിനിധ്യം പാലിച്ചില്ല എന്നീ വിഷയങ്ങളാണ് രക്ഷാകർത്താക്കൾ കോടതിയിൽ ഉന്നയിച്ചത്. +1 അഡ്മിഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ നടത്തേണ്ടിയിരുന്ന PTA തെരഞ്ഞെടുപ്പ് കാരണമില്ലാതെ നീട്ടിവെച്ചെന്നും 2024 ജനുവരി 11-ന് PTA ജനറൽ ബോഡി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും ഇതിൽ അധ്യാപക പ്രതിനിധികളെ ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുത്തില്ലെന്നും രക്ഷാകർതൃ പ്രതിനിധികൾക്ക് മാത്രമായാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. 6 മണിയോടെ വോട്ടിംഗ് തുടങ്ങി 2 കൗണ്ടറുകളിലായി UP, HS, HSS എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തി. ബാലറ്റ് പെട്ടി വോട്ടെണ്ണൽ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സ്ത്രീപക്ഷ അനുപാതം പാലിച്ചില്ലെങ്കിൽ വോട്ട് അസാധുവാകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചത്. കഴിഞ്ഞ വർഷം പാനലായാണ് മത്സരിച്ചത്. ഇത്തവണ പാനലായി മത്സരിക്കുന്നത് പ്രിൻസിപ്പൽ എതിർത്തു. ഇത്തവണ വോട്ട് എണ്ണുന്നതിനായി കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് സ്ത്രീപക്ഷ അനുപാതത്തെ ചൊല്ലി തർക്കമുണ്ടായത്. പരാതിക്കാരുടെ വോട്ടുകൾ കള്ളത്തരത്തിലൂടെയാണ് അസാധുവാക്കിയതെന്നും UP, HS, HSS വിഭാഗങ്ങൾക്ക് പ്രത്യേകം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ സമ്മതിച്ചില്ലെന്നും മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ വനിതാ സംവരണം പാലിച്ചില്ല എന്നു പറഞ്ഞ് വോട്ട് അസാധുവാക്കുകയായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിഭജിച്ച് നടത്തുവാൻ ജനറൽ ബോഡിയിലോ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലോ തീരുമാനിച്ചില്ല എന്നുമായിരുന്നു രക്ഷിതാക്കളുടെ കൂട്ടായ്മ കോടതിയിൽ പരാതി നൽകിയത്. ഇതിന് അനുകൂലമായാണ് ഹൈക്കോടതി തീരുമാനമെന്നും മറ്റൊരു സ്കൂളിലും ഇനി ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടരുതെന്നും രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ചെയ്യപ്പെടലിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പട്ടാമ്പിയിലും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായത്. കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ ഇടപെടുകയും അതിൻ്റെ അന്വേഷണം നടത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ പറയപ്പെടുന്ന RDDയെ ചുമതലപ്പെടുത്തുകയും RDD കഴിഞ്ഞ 18/3/2024
ഈ ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗിൽ നിന്ന് ഞങ്ങളെ കേൾക്കുകയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവരെ കേൾക്കുകയും അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മറ്റേ ഒറ്റപ്പാലത്തെയും പാലക്കാട്ടെയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പ്രതിനിധികളെ കേൾക്കുകയും പ്രിൻസിപ്പളെ കേൾക്കുകയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഹൈക്കോടതി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് നിയമാനുസൃതമല്ലാതെ നടന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുന്നതിനും സർക്കാർ നിഷ്കർഷിച്ച രീതിയിൽ ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും നിർദ്ദേശം നൽകി എക്സിബിറ്റ് P4 തീർപ്പാക്കി. അപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം 1 വിധിന്യായം നടപ്പിലാക്കി ഉത്തരവാകുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ രക്ഷിതാക്കളുടെ പ്രതിനിധികളായ CA റാസി, അലി കെ മാനു, കെ ഹക്കീം, കെ പ്രസാദ്, KT ഫൈസൽ ബാബു, കെ അമീർ അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വടക്കാഞ്ചേരി പാർലിക്കാട് വഴിയോര കച്ചവടശാലകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളവും സർബത്തും ജ്യൂസ് ബോട്ടിലുകളും എന്നുവേണ്ട ഉപ്പിലിട്ട മാങ്ങ വരെ മോഷ്ടാക്കൾ അപഹരിക്കുന്നുണ്ട്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലായത്. രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളിലും മറ്റുമായി പൂട്ടിയിട്ടു പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമായിട്ടുണ്ടാകും. പൂട്ടു തകർത്ത് മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ട മാങ്ങയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിൻ്റെ തട്ടുകടയിലുണ്ടായിരുന്ന 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്. വായ്പയെടുത്തും മറ്റും സമാഹരിച്ച സാധനങ്ങൾ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാജേഷ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കച്ചവടക്കാർ. വർഷമായി ഞാനിവിടെ പാലക്കാട് ഭാഗത്ത് കസ്റ്റമർക്ക് വരികയാണ്. അപ്പോൾ നിരന്തരമായിട്ട് ആൾക്കാർ സാധനങ്ങൾ മോഷണം പോവാണ്. അത് വെച്ചാൽ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇത് പോകുന്നതുകൊണ്ട് നമ്മൾ പലിശയ്ക്ക് മേടിച്ചിട്ടും അവിടെ നിന്ന് മേടിച്ചിട്ടൊക്കെയാണ് ഇതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതിലൊരു പരിഹാരം കാണണം എന്ന്. ഡ്രൈവറായിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നടക്കാമെന്നായതോടെയാണ് പാതയോരത്ത് 8 വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത്. നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാജേഷ് പറയുന്നു. വഴിയോരത്ത് കച്ചവടം നടത്തി ജീവിക്കുന്ന തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് രണ്ടാം വിള നെല്ലെടുപ്പിൽ SBI മുഖേനയും വില വിതരണത്തിന് ധാരണയായത് കർഷകർക്ക് ആശ്വാസമാകുന്നു. തിങ്കളാഴ്ച മുതൽ നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങും. എത്രയും പെട്ടെന്ന് കുറച്ച് കർഷകർക്കെങ്കിലും തുക നൽകാനാകുമോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട്. കനറ ബാങ്ക് വഴി നേരത്തെ തന്നെ വില വിതരണം ആരംഭിച്ചിരുന്നു. കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ട കനറ ബാങ്ക് വഴി വില വിതരണം ആരംഭിച്ചത് കർഷകർക്ക് നേരിയ ആശ്വാസമായിരുന്നു. SBI കൂടി വിതരണം ആരംഭിച്ചതോടെ 10,000 കണക്കിന് കർഷകർക്ക് നെല്ലുവില ലഭിക്കും. SBI വഴിയുള്ള വില വിതരണം വൈകിയത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. രണ്ടാം വിളയിൽ SBI കനറ ബാങ്കുകൾ വഴി PRS വായ്പയായാണ് നെല്ലിൻ്റെ വില നൽകുക. കൺസോർഷ്യം ബാങ്കുകളിലേക്കുള്ള മുൻകാല കുടിശ്ശികയുടെ ഒരു വിഹിതവും സപ്ലൈകോ അടച്ചിട്ടുണ്ട്. ഇതിന് ആനുപാതികമായ തുക PRS വായ്പയായി നൽകാൻ കൺസോർഷ്യം ബാങ്കുകളും അനുവദിച്ചിട്ടുണ്ട്. നെല്ലുവില നൽകാനുള്ള തുകയുണ്ടായിട്ടും ബാങ്കുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിയതിൽ സപ്ലൈകോയ്ക്കും അതൃപ്തിയുണ്ട്. വിഷുവിനു മുമ്പ് പരമാവധി കർഷകർക്ക് വില നൽകാനാണ് സപ്ലൈകോയും കർഷകരും നിർദ്ദേശിച്ചിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രഭാത സായാഹ്ന ശാഖാ ഹാളിൽ നടന്നു. CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 1947 ആഗസ്റ്റ് 15 ശേഷം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും ഭരണം നടത്തിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അവരിപ്പോഴും 3 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ പറയുന്ന രൂപത്തിൽ ഫലപ്രദമായിട്ട് ക്ഷേമനിധി നടപ്പിലാക്കിയിട്ടുണ്ടോ? BJP ഭരിക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ ക്ഷേമനിധി നടപ്പിലാക്കിയിട്ടുണ്ടോ? സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്,
ഓട്ടോ ടാക്സി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം APM റഷീദ്, CITU ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, SG മുകുന്ദൻ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പടക്കവിപണി സജീവം. മുൻവർഷത്തെ അപേക്ഷിച്ച് വിലയിൽ വലിയ വർധനവില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. അതേസമയം ഇത്തവണ വൈവിധ്യങ്ങൾ ഏറെയാണ്. വിഷുവിന് 2 നാൾ ബാക്കി നിൽക്കെ എല്ലായിടത്തും പടക്ക വിൽപ്പന തകൃതിയായി. ഇത്തവണ പടക്കം വാങ്ങാൻ കൂടുതൽ പേർ എത്തുന്നുണ്ടെന്ന് കച്ചവടക്കാരും പറയുന്നു. വിലയിൽ വലിയ വർധനയില്ലെങ്കിലും വൈവിധ്യമാർന്ന പുതിയ ഇനങ്ങൾ ഒട്ടേറെ ഉണ്ടെന്നതാണ് പ്രത്യേകത. കുട്ടികൾക്കായി അപകടകരമല്ലാത്ത പടക്കങ്ങളുമുണ്ട്. പീക്കോക്ക്, പൂമ്പാറ്റ, പമ്പരം, ഫോട്ടോ ഫ്ലാഷ്, മണിമണി, 3D പോട്ട്, പൂമത്താപ്പ്, ഫ്ലൈയിങ് മെഷീൻ, കളർ ഔട്ട്, ത്രിവർണ്ണ പൂക്കുറ്റി എന്നിവയാണ് പുതിയ ട്രെൻഡുകൾ. കൂടാതെ ഡ്രോൺ, ഹെലികോപ്റ്റർ എന്നിവയും ഇത്തവണത്തെ താരമാണ്. തീ കൊടുത്താൽ ഉയർന്നു പൊങ്ങി കറങ്ങിപ്പൊട്ടുന്ന പടക്കങ്ങളാണ് ഹെലികോപ്റ്ററും ഡ്രോണും. വലിയ ഉയരത്തിൽ പൊട്ടുന്ന സ്കൈ ഷോട്ടിനുൾപ്പെടെ വലിയ ഡിമാൻഡാണെന്ന് പടക്ക വ്യാപാരികൾ പറയുന്നു. കമ്പിത്തിരി, പൂത്തിരി, വിഷുചക്രം തുടങ്ങി പതിവ് ഇഷ്ട ഇനങ്ങൾക്കും ആവശ്യക്കാർ കുറയുന്നില്ല. സാധാരണ കമ്പിത്തിരിക്ക് പുറമെ വിവിധ വർണ്ണങ്ങളിൽ തീപ്പൊരി ചിതറുന്നതും വിവിധ പൂക്കൾ വിരിയുന്നതുമായ കമ്പിത്തിരികളും ഇത്തവണയുണ്ട്. ടിനിഗൺ, ടോപ്പ് ഗൺ, ചറപറ തുടങ്ങിയവയാണ് കുട്ടികളുടെ പടക്കങ്ങളിൽ താരം. 30 രൂപ മുതലുള്ള പൂക്കുറ്റി ബോക്സുകൾ മുതൽ 10,000 രൂപയുടെ ഷോട്ടുകൾ വരെയുണ്ട് വിവിധ പടക്കക്കടകളിൽ. ശിവകാശിയിൽ നിന്നാണ് കേരളത്തിലേക്ക് പടക്കങ്ങൾ കൂടുതലായും എത്തുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് പ്രത്യേകിച്ചും. വൈകിട്ടാണ് വിപണികളിൽ തിരക്ക് വർദ്ധിക്കുന്നത്. അടുത്ത ദിവസം തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണിവെള്ളരിയുടെ സുവർണ ചാരുതയിൽ കുറുവട്ടൂർ ഗ്രാമം. വിഷുക്കണിയിലെ അനിവാര്യതയായ കണിവെള്ളരി ഈ പ്രദേശത്തെ ഉത്സാഹികളായ കർഷകരുടെ വിയർപ്പിൽ വിളഞ്ഞ വേനൽ ചിരിയാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട ആഘോഷമായ വിഷുവിന് കണി കണ്ടുണരാൻ സ്വർണ്ണവെള്ളരി ഒരുക്കിയിരിക്കുകയാണ് ഈ കർഷകർ. കാർഷിക കൂട്ടായ്മയുടെ സ്വർണ്ണവർണ്ണമാണ് ഈ ഗ്രാമത്തിനിപ്പോൾ. ആഘോഷമായാണ് കുറുവട്ടൂർ പ്രദേശത്ത് വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ്. 2 വർഷം മുമ്പ് വെള്ളരിക്ക മറ്റു ജില്ലകളിലേക്ക് കൃഷിഭവൻ മുഖേന വിപണികളിൽ എത്തിച്ചിരുന്നു. ഇത്തവണയും ഇതര ജില്ലകളിൽ നിന്ന് വിഷുവുമായി ബന്ധപ്പെട്ട് ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കർഷകർ പറഞ്ഞു. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയുണ്ട്. വിഷുവേളയിൽ മാത്രമാണ് വെള്ളരിക്ക് ഭേദപ്പെട്ട വില ലഭിക്കാറുള്ളത്. മറ്റവസരങ്ങളിൽ തുച്ഛമായ വിലയാണ് വെള്ളരിക്ക്. ഇതുകൊണ്ട് തന്നെ ഈ സീസണിൽ പരമാവധി വിൽപ്പന നടക്കണം. വിഷു പ്രമാണിച്ച് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വെള്ളരിക്ക് മാത്രമായി വിപണിയൊരുക്കിയാൽ സീസൺ നോക്കി കൃഷി ഇറക്കുന്ന കർഷകർക്ക് ആശ്വാസമാകുമെന്ന് ഈ മേഖലയിലെ കർഷകർ പറയുന്നു. 2 വർഷം മുന്നേ കോഴിക്കോട് പിന്നെ ഈ അങ്ങനെ മറ്റു സ്ഥലങ്ങളിലൊക്കെ കൃഷിഭവന്റെ മുഖാന്തരം കയറ്റിപ്പോയി. ആലുവ അങ്ങനെ വാരി പ്രാവശ്യം അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഇന്നിപ്പോ 500 രൂപ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം. ഇല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല. കൃഷിഭവന്റെയാണ് ഏറ്റവും വലിയ സഹായങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വിപണിയില്ല. അതാണ് ഏറ്റവും വലിയ. ഈ സമയത്തൊരു വിപണി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിറ്റ് യാതൊരു ബുദ്ധിമുട്ടില്ല. ആ വിപണി ഇല്ലാത്തതിന്റെ പേരിലാണ് ചിലപ്പോൾ ഇത് കെട്ടിക്കിടക്കണം. ഇത് ശനിയാഴ്ചത്തെ കഴിഞ്ഞ് ഞായറാഴ്ച ഈ സാധനം ഒരു മനുഷ്യന് വേണ്ട. ഇതൊന്ന് വിളവ് എടുക്കാൻ സമയത്ത് ഇത് വിലക്കാർക്ക് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഉരുളിയിൽ വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ വില കടഞ്ഞിട്ടൊക്കെ അങ്ങനെ കറക്റ്റാക്കിയിട്ട് കൊണ്ടുപോയി വെച്ചു കൊടുക്കണം. ആ ലെവലിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ കച്ചവടം നമ്മളെ ഇരിക്കണവന്റെ കാലിലൂടെ പൈസ തേണ്ടിക്കണവനെ ഇവിടുന്ന് പൈസ ഉണ്ടാവുക. ആ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം. ഷൊർണൂർ, ചെർപ്പുളശ്ശേരി ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലെ മാർക്കറ്റുകളിലേക്കും ഈ മേഖലയിലെ കർഷകർ വെള്ളരി എത്തിച്ചു നൽകുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാകാരന്മാർക്കായി പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ വിഷു സമൃദ്ധി പദ്ധതി. പാലക്കാട് സംഘകലാവേദിയിലെ കലാകാരന്മാർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം M. സദാശിവൻ, സിന്ധു ശിവൻ എന്നിവർ നിർവഹിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പാലക്കാട് സംഘകലാവേദിയിലെ കലാകാരന്മാർക്ക് വിഷു സമൃദ്ധി പദ്ധതിയിലൂടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത്. പട്ടാമ്പി ലയൺസ് ഭവനിൽ വെച്ചായിരുന്നു പരിപാടി. പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മെൽവിൻ ജോൺസ് അംഗങ്ങളായ M. സദാശിവൻ, സിന്ധു ശിവൻ എന്നിവർ നിർവഹിച്ചു.
പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി കെ ബി ബിജു, ട്രഷറർ മുഹമ്മദ് ബഷീർ, പാലക്കാട് സംഘകലാവേദി ഭാരവാഹികളായ ഷൊർണൂർ രവി, കണ്ണൻ വിശ്വമിത്ര, ശ്രീവത്സൻ വള്ളൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കൊണ്ടാഴി വടക്കുംകോണം അയ്യപ്പൻ കോവിലിൽ നടപ്പുര സമർപ്പണം നടന്നു. സമർപ്പണ ചടങ്ങ് കിഴക്കേമഠം ശിവസ്വാമി ഉദ്ഘാടനം ചെയ്തു. ശിവസ്വാമിയുടെ നേതൃത്വത്തിലാണ് കോവിലിൽ നടപ്പുര യാഥാർത്ഥ്യമാക്കിയത്. നടപ്പുര സമർപ്പണം ശിവസ്വാമി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻ കോവിൽ കമ്മിറ്റി പ്രസിഡന്റ് CN സത്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CA ശശികുമാർ, ഊരത്ത് സത്യൻ, നാരായണസ്വാമി, ഗംഗാധരൻ, സുന്ദരൻ, ചന്ദ്രൻ, ശശികുമാർ ചാഴിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വർക്ക് ചെയ്ത് സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് കാണാം, എന്തെങ്കിലും ചെയ്യാം. സാധാരണ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും നോ എന്ന് പറയാറില്ല. കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ സഹായിക്കണം. ദീപാരാധന, വിശേഷ പൂജകൾ, മേളം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ വാണിയംകുളം മനശ്ശേരി കിള്ളിക്കാവ് പൂരം ഏപ്രിൽ 25-ന് ആഘോഷിക്കും. ഏപ്രിൽ 17-ന് പൂരം കൊടിയേറുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ മനശ്ശേരി കിള്ളിക്കാവ് പൂരം ഇത്തവണ അതിവിപുലമായാണ് ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പൂരാഘോഷത്തിന്റെ ഭാഗമായി വിഷുദിനത്തിൽ രാവിലെ സ്പെഷ്യൽ പ്രോഗ്രാം നടക്കും. രാത്രി 7 മണിക്ക് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം നയിക്കുന്ന ഡബിൾ ഗാനമേള അരങ്ങേറും. 15-ന് തിങ്കളാഴ്ച മുതൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് തുടക്കമാകും. 17-ന് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് PK ശശികുമാർ അറിയിച്ചു. വിഷു 1-ാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിലും സത്യത്തിൽ 1-ാം കൂത്ത് ആരംഭിക്കുന്നത് 15/4-നാണ്. നമ്മൾ 1-ാം കൂത്ത് ആരംഭിക്കുന്നത്. തുടർന്ന് 11 ദിവസങ്ങൾ കൂത്തുണ്ടായിരിക്കും. ഓരോ ദിവസത്തോടു കൂടിയുള്ള കൂത്തടക്കമാണ് നമ്മൾ നടത്തുന്നത്. 15/4-ന് നമുക്ക് കലാപരിപാടികളുണ്ട്, ഓട്ടം തുള്ളൽ, ലഘുഭക്ഷണം. എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും നമുക്ക് ലഘുഭക്ഷണമുണ്ട്. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം ഗാനമേളയുമുണ്ടാകും. 18-ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, നാടകം എന്നിവ അരങ്ങേറും. 19-ന് നാടൻപാട്ട്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ്, ചിറക്കൽ നിതീഷ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പക. 22-ന് രാത്രി 7-ന് സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ്, ഗായത്രി മേനോൻ എന്നിവർ നയിക്കുന്ന ഗാനമേള എന്നിവയുണ്ടാവും. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിലാണ് ഗാനമേള. 25-ന് പൂരം ദിവസം രാവിലെയും ഉച്ചയ്ക്കും പഞ്ചവാദ്യം അരങ്ങേറും. വൈകിട്ട് വേലകളുടെ വരവും മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് നിയമവിധേയമായി വെടിക്കെട്ട് നടത്തും. രാത്രി 9 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, ഉദയൻ നമ്പൂതിരി, ശുഗപുരം ദിലീപ്, ചെറുപ്പളശ്ശേരി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചതായമ്പകയും അരങ്ങേറുമെന്ന് ഉത്സവ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗോവിന്ദ് വടക്കൂട്ട് പറഞ്ഞു. കിള്ളിക്കാവില് സ്വാഭാവികമായിട്ടുള്ളത് 7 വേലകളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ 8ാമത്തെ ഒരു ആഘോഷ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വേലയടക്കം 8 വേലകളാണ് നമുക്ക് സാധാരണയായി മനശ്ശേരി കിള്ളിക്കാവിൽ വരാറുള്ളത്. പൂരം ദിവസത്തെ എല്ലാ പരിപാടികളിലും വരെ എടുത്തു പറയേണ്ടത് പഞ്ചതായമ്പകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന പഞ്ചതായമ്പക. അത് കാണാനും എല്ലാവരെയും ഞങ്ങൾ വിനീതമായി ക്ഷണിക്കുകയാണ്. രാത്രി 11:30-ക്ക് ചരിത്ര സംഗീത നാടകമുണ്ടാകും. പൂരത്തോടനുബന്ധിച്ച് വിവിധ വേലകൾക്കു വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചിറക്കൽ കാളിദാസൻ, മനശ്ശേരി കൊച്ചയ്യപ്പൻ തുടങ്ങി 10ഓളം ഗജവീരന്മാർ തിടമ്പേറ്റുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി K സോമസുന്ദരൻ, ഓഫീസ് സെക്രട്ടറി വാച്ചാക്കര രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ ഹാർമണി ഫിയസ്റ്റയുടെ ഏപ്രിൽ 11-ലെ ഡെയിലി നെറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനം സാമൂഹ്യ പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം നിർവഹിച്ചു. വിജയിയായ തൃത്താല മലമക്കാവ് സ്വദേശിനിയായ ആവണിക്ക് LED TV സമ്മാനിച്ചു. ചടങ്ങിൽ ടി മൊബേഷ്, ഷിജോ വർഗീസ് എന്നിവർ സംബന്ധിച്ചു. ഏറ്റവും പുതിയ അപൂർവ വസ്ത്രശേഖരങ്ങൾ ഒരുക്കിയാണ് വിഷുവിനെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് തയ്യാറായിരിക്കുന്നത്.
ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിഷു പടക്കച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷെറിഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി MV കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ പ്രതിനിധി M സുലൈമാൻ, KR പ്രദീപ്, PK ഗോവിന്ദൻ, വിജയചന്ദ്രൻ, KG രാഖി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നും നാളെയും ആയി വിഷുവിൻ്റെ എല്ലാ പടക്കങ്ങളുമായി സജ്ജമായിട്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും പടക്കച്ചന്തയിൽ നിന്ന് വിഷുവിന് ആവശ്യമായിട്ടുള്ള പടക്കങ്ങൾ വാങ്ങാവുന്നതാണ്. ഗുണമേന്മയുള്ള പടക്കങ്ങളാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. സഹകരണ മേഖലയിലൂടെ പടക്കങ്ങൾ വിലക്കുറവിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് പടക്കച്ചന്തയുടെ ലക്ഷ്യമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം ഉൾപ്പെടെ 10ഓളം കരിനിയമങ്ങൾ ഉടൻ പിൻവലിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ഇടതു ദുർഭരണത്തിനെതിരെ ജനം വിധിയെഴുതും. 20 സീറ്റിലും UDF വിജയിക്കും. പാനൂരിലെ ബോംബ് നിർമ്മാണം NIA അന്വേഷിക്കണമെന്നും ബോംബ് നിർമ്മിക്കുന്നത് UDF നേതാക്കളെ ലക്ഷ്യമിട്ടെന്നും രമേശ് ചെന്നിത്തല. ദാവിത്തിന്റെ ഭയപ്പെടുത്തലായി നീരൊഴുക്ക് നിലച്ച നിള. പുഴയിലെ പല കുടിവെള്ള പദ്ധതികളുടെയും പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക്. ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസ് പരിസരം വറ്റിവരണ്ടു. പുഴയിലെ കിണറുകളിലേക്ക് ചാൽ കീറി വെള്ളം എത്തിച്ചില്ലെങ്കിൽ വളത്തൂർ നഗറിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം മുടങ്ങും. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ പറളിയിലെ തടയണ ചണ്ടി നിറഞ്ഞ് മലിനം. ജലസമൃദ്ധമായ തടയണ വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. മലമ്പുഴയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിനരികിൽ വീണ് പരിക്കേറ്റ കാട്ടാനയുടെ നില ഗുരുതരം. പിടിയാനയുടെ ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ചീഫ് വെറ്റിനറി സർജൻ. മലമ്പുഴ ആരക്കോട് ഭാഗത്തെ വനത്തിന് സമീപം കുഴഞ്ഞു വീണ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണെന്ന് വനംവകുപ്പ് അധികൃതർ. വടക്കാഞ്ചേരി പാർലിക്കാട് മേഖലയിൽ വഴിയോര കച്ചവടശാലകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളം മുതൽ ഉപ്പുമാങ്ങ വരെ മോഷ്ടിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി കവർന്നത് 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ. രണ്ടാം വിള നെല്ലെടുപ്പിൽ SBI മുഖേനയും വില വിതരണത്തിന് ധാരണയായതിൽ കർഷകർക്ക് ആശ്വാസം. തിങ്കളാഴ്ച മുതൽ നെല്ലിന്റെ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുമ്പ് കുറച്ച് കർഷകർക്കെങ്കിലും തുക നൽകാനും പരിശ്രമം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവാദമായ PTA തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഉത്തരവായി. തെറ്റായ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ നടപടിയായതെന്ന് രക്ഷിതാക്കൾ. കോടതി നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കിയത് ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം മേഖല ഉപമേധാവി. ഉത്തരവ് ഒരു വിഭാഗം അധ്യാപകരുടെ കക്ഷിരാഷ്ട്രീയ ഇടപെടലിനേറ്റ തിരിച്ചടിയെന്നും രക്ഷിതാക്കൾ. വേനലിന് സ്വർണ്ണവിസ്മിതം ചാർത്തി വല്ലപ്പുഴ കുറുവട്ടൂർ ഗ്രാമം. ഗ്രാമീണതയിലെ കൃഷിയിടങ്ങളിൽ കണിവെള്ളരിയുടെ സമൃദ്ധി. കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്നത് നാടിനൊരു പൊൻകണി. വിഷുവേളയിൽ സജീവമായി പടക്ക വിപണി. വിലയിൽ വലിയ വർധനയില്ലെങ്കിലും ഇത്തവണ വൈവിധ്യങ്ങളേറെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.